രാജ്യത്ത് ഫീച്ചർ ഫോണുകളുടെ ആവശ്യവും വിൽപ്പനയും കുറയുന്നു. 4G, 5G സേവനങ്ങൾ വ്യാപിച്ചതും 2G മൊബൈൽ നെറ്റ്വർക്കുകൾ ഘട്ടം ഘട്ടമായി അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. അടുത്ത 2 വർഷം കൊണ്ട് ഫീച്ചർ ഫോൺ ഉപയോഗത്തിൽ രാജ്യത്ത് ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് അനലിറ്റിക്സ് കമ്പനിയായ സൈബർ മീഡിയ റിസർച്ച് വിലയിരുത്തുന്നത്. സ്മാർട്ട് ഫോണുകളുടെ വില കുറഞ്ഞു വരുന്നതും ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപിക്കുന്നതും ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ സർക്കാരും ടെലികോം കമ്പനികളും സ്വീകരിക്കുന്ന നടപടികളും എല്ലാം ഇതിന് കാരണമാകുന്നതായും സൈബർ മീഡിയ റിസർച്ചിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. നിലവിൽ 10,000 രൂപയിൽ താഴെ വിപണിയിൽ 5G സ്മാർട്ട് ഫോണുകൾ ലഭ്യമാണ്. കൂടുതൽ പേർ ഇത്തരം ഫോണുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. UPI സേവനം വ്യാപകമായത് സ്മാർട്ട് ഫോണിലേക്കുള്ള മാറ്റം വേഗത്തിലാകുന്നു. സൈബർ മീഡിയ റിസർച്ചിന്റെ ഡിസംബറിലെ റിപ്പോർട്ട് പ്രകാരം 2G ഫീച്ചർ ഫോൺ വിപണനത്തിൽ 22% വരെ കുറവ് വന്നിട്ടുണ്ട്. 4G സേവനങ്ങൾ അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള ഫീച്ചർ ഫോണുകളുടെ വിഭാഗത്തിൽ ഇടിവ് 59% വരെയാണ്. ഫീച്ചർ ഫോൺ ഉൽപ്പാദകരായ ഐടെൽ, ലാവ, HMD, കാർബൺ എന്നിവയെല്ലാം വിൽപ്പനയിൽ കുറവുണ്ടായി. 2023 റിലയൻസ് ജിയോയുടെ 1000 രൂപ വിലയുള്ള 4G ഫീച്ചർ ഫോണിന്റെ വരവ് ഇവയുടെ വിൽപ്പന ഉയരാൻ കാരണമായിരുന്നു. എന്നാൽ 2024 റിലയൻസ് ഫോണുകളുടെ വിൽപ്പനയും കുറയുകയാണ് ഉണ്ടായത്. മറ്റൊരു വിവര വിശകലന സ്ഥാപനമായ കൗണ്ടർ പോയിന്റ് റിസർച്ചും അടുത്ത 2 വർഷത്തിനകം ഫീച്ചർ ഫോണുകളുടെ വിൽപ്പനയിൽ വലിയ കുറവുണ്ടാകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് 2G നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവരെ 4Gയിലേക്കും 5Gയിലേക്കും മാറ്റാൻ ടെലികോം കമ്പനികൾ വലിയ രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. 2Gയിൽ നിന്നുള്ള വരുമാനം വളരെ കുറഞ്ഞതായി എയർടെൽ ഒക്ടോബർ-ഡിസംബർ പാദത്തിലെ പ്രവർത്തന ഫലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരളം, മുംബൈ, ഡൽഹി പോലുള്ള വിപണികളിൽ ഇത് 2 അക്കത്തിൽ താഴെയായതായും കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട്.